വിഷ്ണു കൊച്ചിക്കാരല്ലേ പെരേരന്റെ പെരേരയുടെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ പെരേര എന്താണ് ബിഗ് ബോസിലേക്ക് വിളി വരും എന്നൊക്കെ പറഞ്ഞ് ശരിയാണോ? അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും അതിനെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല. എന്തായാലും നോക്കട്ടെ. അപ്പൊ ഇനിയിപ്പോ കൊച്ചുകാരൻ്റെ ഒപ്പം ഉണ്ട്. ഇപ്പോ ഇനിയിപ്പോ എന്തെങ്കിലും വിശ്വസോ, വെഡിങ് വിശ്വസോ, കല്യാണ വിശ്വസോ, മാമോദീസ വിശ്വസോ, അല്ലെങ്കിൽ പ്രവാസ വിശ്വസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. ബാങ്ക് ഓഫീസിൽ എന്താ പോണം? അറിയില്ല. അത് കൺഫേം ആയിരുന്നു. അത് നമുക്ക് നോക്കാം. എന്തായാലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പെരേരനെ കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ പോകുന്നുണ്ടെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ പറയുന്നു ഇനിയും ഗൾഫ് യാത്രകളൊന്നും പറയുന്നില്ല. നമ്മളെന്തായാലും പോയിട്ട് എന്തായാലും ഒക്കെ പറയാം. ചേച്ചി പിന്നെ വിളിച്ചായിരുന്നോ? ചേച്ചി പിന്നെ വിളിച്ചായിരുന്നോ? ഞാൻ വിളിക്കാറില്ലല്ലോ. പ്രതീക്ഷ പുതിയ വർക്ക് വല്ലതും ആയോ? ഇനിയിപ്പോ അടുത്തത് പുതിയത് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് റിലീസാവും. എന്റെ ഒരു ആൽബം സോങ്ങും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതും റിലീസാവും. അതെല്ലേ. പിന്നെ നമ്മുടെ AJPന്റെ അതിരാത്രി അത് ഇവിടെ തന്നെ ഇറങ്ങും. കാരണം പലരും നമ്മളെ വെച്ച് കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പലരും കളിയാക്കുന്നുണ്ട്. അപ്പൊ അത് കളിയാക്കൽ വെച്ചൊരു സാധനം ചെയ്യാന്ന് ഓർത്തു. കളിയാക്കലിന്റെ ഒറിജിനൽ കല്യാണം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഉണ്ടാവും. വിദേശത്തുനിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിന്നായിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ ഏതായാലും പുതിയ വിശേഷങ്ങൾ. ഇപ്പൊ കല്യാണ പരിപാടികൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് എടുക്കുന്നില്ല. ജൂൺ 15 വർക്കുകളൊന്നും എടുക്കുന്നില്ല. ജൂൺ 15 ശേഷം ഒന്നും പിടിക്കുന്നില്ല. ഒരുപാട് പ്രോഗ്രാം വേറെ ഉണ്ട്. അതുപോലെ യാത്രകളുണ്ട്, നമുക്ക് ട്രിപ്പുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ജൂൺ 10 ശേഷം നമ്മളിവിടെ ഉണ്ടാവില്ല, കൊച്ചിയിൽ ഉണ്ടാവില്ല. എന്തായാലും ട്രിപ്പിലായിരിക്കും. നല്ല നല്ല ഹൈടെക് വർക്കുകളുണ്ട്. അത് ബഡ്ജറ്റ് വിദേശത്തല്ലേ? രാജ്യം പറയുന്നില്ല. വിദേശത്തെന്ന് പറയാല്ല. ഉണ്ടാവും. എന്തായാലും നേരത്തെ നമ്മൾ ഒരുപാട് പറഞ്ഞല്ലടാ. ഒരുപാട് ദുബായി പോണെന്ന് ഒരുപാട് ചർച്ച. അതുകൊണ്ട് തന്നെ എവിടെ പോണെന്നൊന്നും ഞാൻ പറയില്ല. എന്തായാലും ട്രിപ്പുകളും വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല വർക്കുകൾ മാത്രം ഞാൻ തിരഞ്ഞെടുത്ത് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് പറ്റാത്ത വർക്കുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോമൺ മാൻ എന്ന നിലയിലും ഒരു ജനപ്രിയ സെലിബ്രിറ്റി എന്ന നിലയിലും എൻ്റെ അഭിപ്രായം. കാരണം എന്നെ ജനപ്രിയ എന്ന് വിളിക്കുന്നതും സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നതും റിവ്യൂർ എന്ന് വിളിക്കുന്നതും ആക്ടർ എന്ന് വിളിക്കുന്നത് എന്തുവാ ഒന്ന് നിങ്ങൾക്ക് ആകാം. മോശമായിട്ട് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു കല ഉള്ളിലുണ്ട്. ഞാൻ ആസ് എൻ ആക്ടറാണ്. അപ്പോൾ ആക്ടറാന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ നിന്നും അത്യാവശ്യം ഡയലോഗൊക്കെ പറഞ്ഞ് സീരിയലിലും സിനിമകളിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് എൻ ആക്ടറാണ്. അല്ലാണ്ട് വലിയ മീനസ് കിച്ചണിൽ ഇനി സീനുണ്ട്. നമ്മൾ ഇന്നലെ ഡയറക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഷിജോ സാർ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ അതിന്റെ അപ്ഡേറ്റ് പുള്ളി പറയാന്നാ പറഞ്ഞത്. പിന്നെ ജൂൺ 15 നാട്ടിലുണ്ടാവും. അപ്പൊ അതുവരെ എന്തായാലും നീ പിടിച്ചോ, എന്തെങ്കിലും വർക്കുകൾ എന്തെങ്കിലും പിടിച്ചോ, വിശ്വസം എന്തെങ്കിലും പറഞ്ഞു. പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും അത്യാവശ്യം വേണമെങ്കിൽ നിനക്ക് അയച്ചു തരും. നിനക്ക് വിശ്വസൊക്കെ വേണമെങ്കിൽ ചെയ്തു തരും ഞാൻ. കാരണം എന്തായാലും എവിടെ പോയാലും നമ്മൾ വിശ്വസ് ചെയ്യാണ്ടിരിക്കില്ല. വിശ്വസ് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം വലിയ നടന്മാർ വരെ വിശ്വസിനെ ലക്ഷങ്ങൾ വിളിക്കുന്നതാണ് ഞാൻ കേട്ടത്. അറിയില്ല, നമ്മളത്ര മേടിക്കുന്നില്ല. കാരണം നമ്മൾ ചെറിയ എമൗണ്ടിലാണ് ചെയ്യുന്നത്. വിശ്വസാണെങ്കിലും ഇനാഗ്രേഷൻ ഡാൻസ് ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും. കാരണം നമ്മൾ ഇപ്പോൾ റിവ്യൂ ഒന്ന് വിട്ടു നിന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വനിതാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പലപ്പോഴും ഞാൻ വിട്ടു നിൽക്കുകയാണ് ഒരു മാസങ്ങളായിട്ട്. അപ്പം അന്ന് അവിടെ പോകുമ്പോൾ നമുക്ക് 10 പൈസ നമുക്ക് കിട്ടാറില്ല. നമ്മൾ ഫ്രീ ആയിട്ട് പോയി റിവ്യൂ പറയുന്നുള്ളത്. ടൈഗറെണ്ണ വിളിച്ചിട്ട് പറഞ്ഞാൽ അവർക്കും കുറെ കല്യാണ പരിപാടി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവർക്ക് കുറഞ്ഞെന്നും പറയുന്നുണ്ട്. അവര് ഭയങ്കര ഒരു കോമാളിത്തരമാണോ കാണിക്കാൻ തോന്നുന്നുണ്ടോ? ടൈഗറണ്ണനും മനോജും കിംബോയും ഒക്കെ ചെയ്യുന്ന, ടൈഗറണ്ണൻ മനോജും ഒരു പേരാണ്. കിംബോയും മനോജും ഒക്കെ ചെയ്യുന്ന രീതികള് ഞാൻ ചെയ്യുന്ന രീതിയും വ്യത്യാസമുണ്ട്. ഞാൻ കാലുകൊണ്ടുള്ള സ്റ്റെപ്പ് അടിക്കുന്നു. അവര് സിനിമയിലെ ഫൈറ്റ് സീൻ കാണിച്ച് അത് പ്രശസ്തി നിൽക്കുന്നു. അവരുടെ രീതിയും എൻ്റെ രീതിയും വ്യത്യാസമാണ്. എല്ലാവരെയും അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുണ്ട്. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും എല്ലാ പ്രോഗ്രാംസിലും പുള്ളിയെ ഇൻവോൾവ് ചെയ്യണമെന്ന് പറയണത് ശരിയല്ല. പുള്ളിക്ക് വരുന്ന വർക്കുകൾ പുള്ളിക്ക് ഇടല്ലേ. ഷോർട്ട് ഫിലിമും പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആയിട്ടുള്ള ഷോർട്ട് ഫിലിമും ലേഡീസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിമും പുള്ളിയെ അധികം തേടി വരില്ലെന്നതും വരുന്ന കുറവാണ്. പക്ഷെ ഞാൻ തുടരെ ലേഡീസ് ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരിക്കലും ഒരു പെൺകുടിയനല്ല. പക്ഷേ നമ്മൾ പൊതുജനത്തിന് വേണ്ടി നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം സിനിമ ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക്കിൽ ആൾക്കാരായിട്ട് ഒരു മിങ്കിൾ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഈ കാണുന്ന വ്യൂവേഴ്സ്മാർ, ഈ പ്രേക്ഷകർ ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. അപ്പോൾ രണ്ടുപേർക്കും കാണുന്ന
ഒരു വൈബ് വന്നെങ്കിൽ ആണിനെയും പെണ്ണിനെയും കൂടി നിർത്തിയാലേ മാത്രമേ ആ ഒരു പ്രേക്ഷകരെ നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ. നമ്മൾ പ്രേക്ഷകരാണ് നമ്മുടെ ശക്തികൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം സന്തോഷ് വർഗിക്കും അലിൻ ജോസ് പെരേരയും കിട്ടുന്ന മാർക്കറ്റ് ഇന്ന് നമ്മുടെ കിംബോയ്ക്കും മനോജിനൊന്നും വലിയ രീതിയിൽ മാർക്കറ്റ് വാല്യൂ ഒന്നും ഉണ്ടെന്ന് പറയുന്നില്ല. കാരണം കിംബോയും മനോജും മേടിക്കുന്നത് വെറും 5000 രൂപ മേടിക്കുന്നത്, മനസ്സിലായോ? ഓരോ പ്രോഗ്രാമിൽ നിന്നെല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പൊ ഞാൻ മേടിക്കുന്നത് 10K എബോയാണ് ഞാൻ മേടിക്കുന്നത് ഓരോ വർക്കുകളിലും. അപ്പൊ അത് തന്നെ ഒരു എന്താ പറയുക വ്യത്യാസം, അല്ലെങ്കിൽ അവരുടെ റീച്ച് എൻ്റെ റീച്ച് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. പിന്നെ വലിയ വലിയ വിദേശ പ്രോഗ്രാംസിലും ഞാൻ മേടിക്കുന്ന പൈസകൾ കേട്ട കണ്ണു തള്ളുന്ന റേറ്റാണ്. 4 lakhs 8 lakhs ഒക്കെയാണ് ഞാൻ മേടിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ അവർ വളരണമെങ്കിൽ അവരുടെ ഈ കോപ്രായത്തരം കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡായിട്ട് വർത്തമാനങ്ങൾ പറയുക. കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇൻ്റർവ്യൂകളിലൂടെയാണ് വളർന്നത്. റിവ്യൂ പറഞ്ഞെങ്കിലും റിവ്യൂ കഴിഞ്ഞിട്ട് ആറാട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി സന്തോഷ് വർക്കി കൈ പിടിച്ചിട്ട് ഇൻ്റർവ്യൂവിൽ നമുക്ക് അവസരം തന്നു. അപ്പോൾ അതിലൂടെ നമ്മൾ വർത്തമാനങ്ങൾ പറയുക, അതിപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുള്ളൊരു കഴിവ്. അല്ലാണ്ട് നമ്മൾ അതിനകത്ത് വെറുതെ കയറിയിട്ട് ഇപ്പം രണ്ട് കാര്യങ്ങളൊക്കെ. കിംബോൻ്റെ മനോജിൻ്റെ ഒക്കെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മനോജിനെ കുറിച്ചൊക്കെ വർത്തമാനം പറയാൻ അറിയാമെന്ന് തോന്നുന്നു. കിംബോയ് അങ്ങനെ വലിയൊരു വർത്തമാനപ്രിയൻ ആണെന്നും ആൾക്കാരെ കൈയെടുക്കാനുള്ളൊരു കഴിവ് വർത്തമാനത്തിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിയുടെ ഒരു വേ ഓഫ് ആ ഒരു കോമിക് സംഭവങ്ങൾ ആൾക്കാർക്ക് കുറേ പേർക്ക് ശരിപ്പെടുത്തുന്നുണ്ട്, പുള്ളിയെ എൻകറേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെ കാണുന്ന പുള്ളിനെ കാണുന്ന വേറെ സ്റ്റേജാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ മലയാള ഫിലിം ഫീൽഡിൽ മലയാള ഫിലിം ഫീൽഡിൽ എന്നെയും സന്തോഷ് വർക്കിയെയും കൊടുക്കുന്നതും മാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഈ എന്നെയും സന്തോഷ് വർക്കിയെയും അത്യാവശ്യം ആൾക്കാർക്ക് മനസ്സിലാക്കുന്നതുകൊണ്ട് എല്ലാ സിനിമാ പൂജകൾക്കും പ്രസ് മീറ്റ്, ഓഡിയോ ലോഞ്ച് എല്ലാം തന്നെ അത്യാവശ്യം വിളിക്കുന്ന വർക്കുകൾക്ക് നമ്മൾ പോയി പങ്കെടുക്കും. പക്ഷേ കിംബോയും മനോജും എവിടെ ഒരു സിനിമാ പ്രോഗ്രാമിന് അവർ അറ്റൻഡ് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഈ റിവ്യൂ അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ മാത്രമേ അവർ വരുന്നുള്ളൂ. അല്ലാണ്ട് അവർക്ക് സിനിമയ്ക്ക് വേണ്ടി ഒരു സപ്പോർട്ടിനോ ഒരു സിനിമ നടന്മാരുടെ കൂടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനുകളിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പം തിയേറ്ററിൽ മാത്രമുള്ളൊരു സംസാരം മാത്രമുള്ളൂ. എന്നെ വനിതാ വിനിത എന്ന് പറഞ്ഞ തിയേറ്ററിൽ നിന്ന് വിലക്കിയപ്പോൾ ആൾക്കാർ കൊടുത്തത് നമ്മൾ അതോടെ സ്റ്റോപ്പായി പോയെന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു മാർക്കറ്റ് വാല്യൂ നമ്മൾ തന്നെ കണ്ടെത്തുക. നമ്മളിപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ഈ വിഷ്ണു കൊച്ചിക്കാരൻ പോയി കൊല്ലത്ത് അമ്പലത്തിലെ ഉത്സവത്തിന് പോയി, പിന്നെ അമ്പലപ്പടിയിൽ ഫുട്ബോൾ മത്സരത്തിന് ക്യാമ്പിന് പോയി, പിന്നെ കല്യാണ പ്രോഗ്രാംസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതുകൊണ്ട് പിന്നെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് 2 മാസം 3 മാസം കൂടുമ്പോഴല്ലെങ്കിലും നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട്. നാളെ ടിൻ ടോം ചേട്ടൻ്റെ ഒരു പടത്തിൻ്റെ തട്ടുമുള്ളാട്ടോ അല്ലേ പടത്തിൻ്റെ പൂജയ്ക്ക് ക്ഷണിച്ചിട്ട് ഞാൻ പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ഡബിങ്ങിൻ്റെ ഒരു പ്രോഗ്രാമിന് പോകണ വഴിക്കാണ് പെട്ടെന്ന് പൂജയ്ക്ക് പോകാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ആത്മാർത്ഥമുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെയും പോകുന്നത്, മനസ്സിലായി. അന്ന് മഴയും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് പോലും നമ്മളവിടെ പൂജയ്ക്ക് പോയി പങ്കെടുത്തു. പക്ഷേ എല്ലാ പൂജകൾക്കും പങ്കെടുക്കുമ്പോൾ നമുക്ക് സിനിമകളിലേക്ക് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയല്ല. കാരണം ഞാൻ ചോദിക്കാറില്ല ഇപ്പോഴും. പണ്ട് ബാഡ് ബോയ്സിൽ നമ്മൾ ഒമരിക്കനെ കണ്ടപ്പോൾ തന്നെ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു അതാണ് ആക്ട് ചെയ്യണം, ആ പുള്ളി വർക്കിൽ നമ്മൾ പോയി ചെയ്തു, സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ വർക്കുകളിലും നമ്മൾ പിന്നോട്ട് ചാൻസ് കിട്ടണമെന്നില്ല. പക്ഷെ നമ്മുടേതായിട്ടുള്ള ചാൻസ് സോഷ്യൽ മീഡിയയിലുള്ളപ്പോൾ എന്തുകൊണ്ട് സിനിമയിൽ നമുക്കൊരു വലിയൊരു സ്പേസ് കിട്ടിയില്ലെങ്കിൽ വലിയ വിഷമമില്ല. കാരണം അവരോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഇന്നാൾ ഹാൻസിബമാടവും ടിനിട്ടോമും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഒരു മലയാള സിനിമയ്ക്ക് ആറാട്ടനെയും സന്തോഷ് വർക്കിയെയും അഭിനയിപ്പിക്കുന്നുണ്ട്, എന്താണ് തെറ്റെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളിനിയും ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ വരുന്നുണ്ട്. ഗുലാൻതുട, ചോലോസ്കി ഉള്ള സിനിമകൾ നമ്മൾ ഇറങ്ങുന്നുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ദിവസം അഭിനയിച്ചിട്ട് പിറ്റേ ദിവസം റിലീസല്ല. അപ്പം അത് എനിക്ക് ക്ഷമയുള്ളതുകൊണ്ട് ഈ ഫീൽഡിൽ ഞാൻ പിടിച്ചിരിക്കുന്നു. ക്ഷമയില്ലെങ്കിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ഒരു 6 മാസമായി തോന്നുന്നു നമ്മളിപ്പോൾ അഭിനയിച്ച പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് റിലീസ് ചെയ്യുമ്പോൾ സമയമെടുക്കും. കാരണം വേറെ 2 പടങ്ങളുണ്ട്, റാം, പിന്നെ എന്താണ് മാർട്ടൻ എന്നൊക്കെ പറഞ്ഞ 2 പടങ്ങൾ റിലീസായിട്ടില്ല. അപ്പോൾ അതൊക്കെ സിനിമ എന്ന് പറഞ്ഞൊരു മാധ്യമം അതൊരു ടിപ്പിക്കൽ ഹ്യൂജ് ഓഫ് എമൗണ്ട് മുടക്കി ചെയ്യുന്നതുകൊണ്ട് ടൈം എടുക്കും. ബട്ട് ഇപ്പോൾ കൂടുതൽ 20 റിലീസാവുന്നു,
നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിലൊരു സംഭവം ചെയ്തിട്ടുണ്ട്, വലിയൊന്നും അറിയില്ല, അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. പിന്നീടുള്ള വർക്കുകൾ ഇപ്പോൾ ഓഗസ്റ്റിലൊരു വർക്ക് വന്നിരുന്നു അല്ലേ നമുക്ക്, അത് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ചിലപ്പോ വേറെ ഷോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും, അറിയില്ല ഷോയിലേക്ക്. അപ്പൊ അത് നീ പോവുക ചെയ്യുക, നമുക്ക് അവിടെ പിണക്കമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ജൂൺ വിളിക്കുമ്പോ നിനക്ക് വരാൻ പറ്റില്ലേ പിന്നെ എന്ത് ചെയ്യാനായിട്ട്, ഓഗസ്റ്റിലേക്ക് ചില ഡേറ്റ്സുകൾ എന്തായാലും പുറത്ത് പറയുന്നില്ല. അപ്പൊ എന്തായാലും ജൂലൈ വരെ എന്തായാലും ഞാൻ ഷോർട്ട് ഫിലിമും സിനിമയും അത്യാവശ്യം വിളിച്ച് ഞാൻ ചെയ്യും. അപ്പോൾ ഷോർട്ട് ഫിലിംസ് ആണ് കൂടുതലും ചെയ്യുന്നത്. കാരണം നമ്മളെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊരു ഫണ്ട് മുടക്കി ചെയ്യാൻ പറ്റുന്നൊരു വഴി ഉണ്ടെങ്കിൽ പിന്നെ എന്താണ്, മനസ്സിലായ. കാരണം നമുക്ക് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞത് പെട്ടെന്ന് പലരും പറയുക ഷോർട്ട് ഫിലിം ചെയ്യണത് എന്തിനാന്ന് ചോദിക്കും. പക്ഷേ അവരുടെ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, സിനിമ ഷൂട്ട് ചെയ്തിട്ട് 6, 12, 4 വർഷമൊക്കെ എടുക്കുന്നു റിലീസാകാൻ വേണ്ടി. പക്ഷേ ഷോർട്ട് ഫിലിമുകൾ റിലീസ് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് മതി. പക്ഷേ നമ്മളത് കാലാകാരണമായിട്ട് ക്രമക്രമേ ഒരു 2-3 മാസം ഗ്യാപ്പിൽ ഷോർട്ട് ഫിലിമുകൾ ഇറക്കുന്നുണ്ട്. അത് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അതിൽ നമുക്ക് മുടക്കിയ തുക തിരിച്ചുകൊണ്ടുന്നില്ലെന്നല്ല, നമ്മുടെ സ്വന്തം നിലനിൽപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പാണ് നമ്മുടെ ഓരോരോ ഷോർട്ട് ഫിലിമും നിങ്ങളിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഇനിയും ഇപ്പോൾ യുദ്ധം ഇറങ്ങാനുണ്ട്, ഷോർട്ട് ഫിലിം അതിൻ്റെ ഡബിങ് തീർക്കണം, അതിനുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ലോട്ടറി ടിക്കറ്റ് ഇപ്പോൾ ഇറങ്ങി, 6000 പേര് കണ്ടു, ഇനിയും ആൾക്കാരിലേക്ക് കാണട്ടെ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ വേര് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞു പിന്നെ തിരുമാലി സോങ് മ്യൂസിക്കലല്ലേ, അപ്പൊ അത് എന്തായാലും ഇറങ്ങും. പിന്നെ 1-2 നല്ലൊരു റോള് തന്നെയാണ് തിരുമാലി, അല്ലേ? എനിക്കൊരു നന്ദി നീ പറയണം. അതെന്തായാലും നീയാണ് തിരുമാലി എന്ന് പറഞ്ഞ സോങ്ങിൽ വിളിച്ചത്. അപ്പോൾ പിന്നെ ഒരു 1-2 ആൽബങ്ങള് ഷൂട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും നല്ല ഒരു കോമിക് ഗെയിമൊന്നും അല്ല, എന്തായാലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതും ആൾക്കാർക്ക് കോമിക്കാണെങ്കിൽ കോമിക്കായിട്ട് കാണുക. കാരണം ഒരു മലയാള സിനിമയിലെ മിക്ക നടന്മാരും സിനിമകളിൽ മാത്രം ചിരിച്ച് അഭിനയിക്കും, പക്ഷെ റിയൽ ലൈഫിൽ ഒരിക്കലും ചിരിക്കില്ല. അപ്പം അതേപോലെ തന്നെ ഞാൻ എൻ്റെ ക്യാരക്ടർ നിങ്ങൾ റീലിൽ കാണുമ്പോൾ പക്ക കോമഡിയനായിട്ട് തോന്നുമായിരിക്കാം, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കാം. എന്നെ മനസ്സിലാക്കുന്നവർക്ക് ചിലപ്പോ അത് കിട്ടിയെന്നിരിക്കും, മനസ്സിലായോ? അപ്പൊ ഏതായാലും പുതിയ വർക്കുകളൊക്കെ ടാലൻജസ് പെരേര, വിഷ്ണു കൊച്ചിക്കാരും മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ? അപ്പൊ എല്ലാവരും അനുഗ്രഹവും ഇത് വേണം, അല്ലേ ഞങ്ങൾക്ക്? ഓക്കെ, ബൈ.